മാഡം എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു കൂട്ടണം പറ്റോ? കൂട്ടാലോ. താക്കോലും കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ്. താക്കോലോ? താക്കോലോ? എടാ, താൻ വന്നൊരു ഹോട്ടൽ പൂട്ടണം എന്ന് പറയുമ്പോ താഴും താക്കോലിട്ട് ഇരിക്കുവല്ലേ ഞാൻ. എവിടുത്തെ ഹോട്ടൽ? ഏത് ഹോട്ടൽ? എന്തിനു പൂട്ടണം? കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എന്റെ സുഹൃത്തുക്കൾക്കും ഫുഡ് പോയിസൺ പിടിപെട്ടു. തൂറ്റലോട് തൂറ്റല്. കാര്യം പറയട്ടെ, നീ ട്രോമയിലായിരുന്നു. സത്യമായിട്ട് കള്ളം പറയേണ്ട കാര്യമില്ല. സത്യം വിടാനല്ല പറഞ്ഞത്, പരാതിതാ. പരാതി ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട്. മറ്റെവിഡൻസുകൾ എവിടെ? മറ്റേ എവിഡൻസോ? അത് ഫ്ലഷ് ചെയ്തു. എടോ, തനിക്ക് ഫുഡ് പോയിസണിംഗ് ആണെന്നല്ലേ പറഞ്ഞത്? അത് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ്സ് വേണം. ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല. എടോ, ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ്. ഇവിടെ അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ മുമ്പ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പൊ അതിന്റെ ഇത് വെച്ച് ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്ത നാളത്തേക്കല്ല ഇന്നത്തേക്ക് അവർ തീർപ്പാക്കി തരും. ഇന്ന് പൂട്ടിക്കോ അവര്. എന്നാ താൻ ഓഫീസ് കൊണ്ട് ദുബായ് കൊണ്ടുപോയി. എടോ, വെറുതെ പോയി ഒരു ഹോട്ടല് റെയ്ഡ് ചെയ്യാനോ പൂട്ടിക്കാനോ ഒന്നും പറ്റില്ല. അതും ഭദ്ര പോലുള്ള ഒരു ഹോട്ടല്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വൈശാഖ, ഭദ്രനെ പോലെ പിടിപാടുള്ളവരുടെ മുമ്പിലൊക്കെ ഇവരുടെ മുട്ട് വറക്കും. ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കിയാലുണ്ടല്ലോ. പേടിപ്പിക്കില്ല മാഡം. ഞാൻ എന്റെ സർക്കാർ ടാഗ് ഇട്ട് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സെല്യൂട്ട് അടിച്ചേനെ. താൻ ഇവിടെ കിടന്ന് ഇത്ര വെച്ച് ഉണ്ടാക്കിയിട്ട് ആര് കാണാനാ? കാണാനൊക്കെ ഫുൾ നാട്ടുകാരെ കണ്ടില്ലേ. ഇനി എന്ത് കാണാനാണ്? എന്താന്ന്? ഒന്നുമില്ല. എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ. പരാതി സ്വീകരിക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എവിഡൻസാ? തെളിവാണോ? അല്ലേ തെളിവ്? കണ്ണു തുറന്ന് നോക്ക്. കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോകേണ്ടി വന്ന്. ആ സമയത്ത് ഏതോ കാലമട എന്റെ പാന്റ് എടുത്തോണ്ട് പോയി. അന്ന് തുടങ്ങിയ കഷ്ടകാലമാണ് ഇത്. ഇല്ലടാ വൈശാഖ? ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം. ഓഹോ, അപ്പൊ എല്ലാരും ഒരു ടീമാണ്. ഒരു ഭദ്രനും ഭദ്രകാളിയും അവളുടെ ഒരു ഉണ്ട കണ്ണ്. വാടാ. എന്താണോ വെച്ചിരിക്കണത്? HD ക്വാളിറ്റിയിൽ ഒന്നും കാണണോ? ഒരു ചെറിയ തൂറ്റിൽ തുടങ്ങിയത് പിന്നെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ട് മാറി. ഇവിടെ CCTV ഉണ്ടോ? ഭാഗ്യം. ഇല്ലെങ്കിൽ അതുകൂടി എന്റെ തലയിൽ വന്നേ. വൈശാഖ, കഴിഞ്ഞോ? തുടങ്ങിയതേ ഉള്ളൂ. അന്ന മിഷന്മാർക്കത് നടക്കടാ. അവന്റെ ഒലിപ്പിക്കല് അവരെ ആ വീഡിയോ കാണിക്കണ്ടായിരുന്നടാ. ഇവിടെ എവിടെയാണ് ഇരിക്കാറ്? അമ്മച്ചിയുടെ പരാതി എഴുതണം. ആർക്കാ എഴുതേണ്ടത്? ഈ പയ്യന്. ഇയാൾക്ക് അതല്ല, ആർക്കാ എഴുതേണ്ടതെന്ന്. ഈ കണ്ണാടി വെച്ച ഇവനാ എഴുതണ്ടേ. എടാ, ഇവൻ ആരടാ? വലിയച്ഛന്റെ മോനാ. ഇവന് ഭ്രാന്തായ? അതുണ്ടല്ലോ. എടാ, ഇത് ഏത് ഓഫീസിൽ കൊടുക്കാനാണെന്ന്? അതാണോ ചോദിച്ചത്? KSRTCക്കാണ് പരാതി. ഓ, അങ്ങനെ പറ. അതെ. എന്താ ജോലി? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. എന്നിട്ടാണ് ഒരു അപേക്ഷ എഴുതാൻ അറിഞ്ഞൂടാത്തത്? ലോകത്തുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നവരെ സ്വന്തമായിട്ട് ഒരു പരാതി എഴുതിയിട്ടില്ല. മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചാണ് അവർക്ക് ശീലം. നീ ആയിട്ടത് മാറ്റണ്ട. ഇല്ലില്ല. എന്താ പരാതി? കേരളത്തിലെ എല്ലാ KSRTC കംഫർട്ട് സ്റ്റേഷനും വൃത്തിയായി സൂക്ഷിക്കണം. ഹുക്ക് വെക്കണം. പുകവലിക്കരുത്, മുറുക്കി തുപ്പരുത്. മാത്രമല്ല കടാകടിയനായ ഒരു സെക്യൂരിറ്റി ഏത് സമയം വിന്യസിപ്പിക്കണം. പിന്നെ ഭിത്തിയിൽ ആരും നമ്പർ എഴുതിയിടരുത്. വിനോദം, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. അതെന്താ? എടാ, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. ഒരു തോർത്ത്, ഒരു സോപ്പ്, ഒരു എണ്ണ കുളിമുറിയിൽ വേണം. അതുകൂടെ ഒന്ന് ഇരിക്കോ. കുളിപ്പിക്കാൻ ഒരാളെ കൂടെ ഏർപ്പാടാക്കാടാ. സൂപ്പർ, നല്ല പദ്ധതിയാ. അതെ അതെ, ആലോചിക്കുന്ന. ഇവിടെ ഇട്ടൊരു ഒപ്പിട്. പേര് മറന്നതല്ല. എത്രയാ മച്ചി? ഞാൻ 20. നീ പിടിച്ചേ മച്ചി. ഐശ്വര്യോട്ട് ഇത് വെച്ചോളൂ. 200 ഇരിക്കട്ടെ. 10-40 കൊല്ലമായി ഞാൻ അപേക്ഷ എഴുതാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് അല്ല, ഒരുപാട് അപേക്ഷകൾ എഴുതി കൊടുത്തിട്ടുമുണ്ട്. അവനവന്റെ ആവശ്യത്തിനല്ലാതെ പൊതുജനത്തിന്റെ ആവശ്യവും പറഞ്ഞിട്ട് ഒരാൾ ഒരു അപേക്ഷ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ്. നാട് നന്നാക്കാൻ എല്ലാരും പറയുമെങ്കിലും നാട് നന്നാക്കാൻ ഒരാളെത്തുന്നത് ആദ്യമായിട്ടാണ്. മക്കളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ.
നീ പോടാണെന്ന്. പൈസ വേണമെങ്കിലേ കരയണം, കരഞ്ഞാലേ കിട്ടൂ. പുസ്തകത്തിന് വലയടിക്കാനേ നിനക്ക് പറഞ്ഞിട്ടുള്ളൂ. വിശ്വസ്തയോട് വിനോദ തൈവളപ്പിൽ ഞാൻ തന്നെ. ഇയാൾ എന്റെ വീഡിയോ കണ്ടിട്ടില്ലെന്നോ, ഒന്ന് കാണിച്ചു. വിനോദേ വേണ്ട, അർത്ഥം ഉണ്ടെങ്കിൽ വീഡിയോ കാണിച്ചില്ല. നിനക്ക് നാണോ? സോറി. അല്ല, സുഹൃത്തിന്റെ ജോലി എന്താണ്? ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ. ഓ, അപ്പൊ ഈ പാൻ്റാണ് പ്രശ്നം. പാന്റ് പോയത് മാത്രമല്ല പ്രശ്നം. കേരളത്തിലെ 90% ആളുകളും പാന്റ് ഇട്ടാണ് നടക്കുന്നത്. പിന്നല്ലാതെ KSRTC കംഫർട്ട് സ്റ്റേഷനിൽ അത്യാവശ്യം തൂറാൻ പോണെങ്കിൽ ഇതെവിടെയെങ്കിലും കൊളുത്തിടണ്ടേ? അതിനൊരു ആണിയോ ഹുക്കോ വേണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. പിന്നെ വൃത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അല്ല, നമ്മൾ ഗവൺമെന്റിന് ഇത് കൊടുക്കാനല്ലേ കഴിയുള്ളൂ. നമ്മുടെ ജനങ്ങളല്ലേ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സാർ ഒരു ക്യാമറ വെക്കണം. ക്യാമറ വെച്ചിട്ട് അതിനകത്ത് നടക്കുന്ന അനീതികളൊക്കെ പുറത്തു കൊണ്ടുവരണം. അതെ. ആ, എന്നിട്ട് വേണം ഞാനകത്താവാൻ വേണ്ടിട്ട്. ദുബായിൽ KSRTC വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ. ഇന്നൊരു പരാതി കൊടുത്താൽ അവർ ഇന്ന് തന്നെ തീർക്കും. നാളത്തേക്ക് ഒരു കാര്യം വെക്കൂല. ആണോ? UAE KSRTC ഒക്കെ ഉണ്ടോ? പിന്നെ കരാമ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ കോർപ്പറേഷൻ കമ്പനി. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം. എനിക്ക് നിങ്ങളിൽ നല്ല പ്രതീക്ഷയുണ്ട്. താങ്ക് യു. എന്തായാലും നിങ്ങളുടെ ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചിരിക്കും. ഓക്കെ. അപ്പൊ വിനോദേ, തീർച്ചയായിട്ടും സാർ, കാണാം. താങ്ക് യു. Good luck. താങ്ക് യു. വൈശാഖ, ഇങ്ങനെ തന്നെ വേണം. സാറിൽ ഞങ്ങൾക്ക് ചെറിയ പ്രതീക്ഷ വന്നു. ഓക്കെ. പോകാം. ഓക്കെ. ബൈ. പോയിട്ട് വരൂ. വാടാ. ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഇതടാ. അതെ, എന്റെ ഫോൺ കണ്ടിരുന്നാടാ. നിന്റെ ഫോൺ അങ്ങനെ എന്റെ കയ്യിൽ? എന്റെ ഫോണല്ല എന്റെ കയ്യിൽ. അതെ അതെ. ആ, എനിക്ക് തോന്നുന്നേ ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നുപോയിന്ന്. ഞാൻ പോയി അത് എടുത്തിട്ട് വരാം. നീ ഒന്ന് വായിച്ചിരിക്കേ. വയറിലായപ്പൻ ചെറുക്കന്റെ കിളി പോയെന്ന് തോന്നുന്നു. ആ, താൻ എൻ്റെ അപേക്ഷ കീറിക്കളഞ്ഞല്ലേ? താനിപ്പോൾ കീറിക്കളഞ്ഞതൊരു പേപ്പർ മാത്രമല്ല, ഒരു പൗരന്റെ അവകാശം കൂടിയാണ്. സർക്കാർ സാലറി വാങ്ങിയിട്ട് തെണ്ടിത്തരം കാട്ടുന്നോടാ തെണ്ടി. പിന്നെ നിന്റെയൊക്കെ തീട്ടപ്പരാതി പരിഹരിക്കലല്ലേ എന്റെ ജോലി. ഇത് പോടാ അവിടുന്ന്. വൈശാഖ, ആദ്യമല്ലോ പറഞ്ഞത് ആവശ്യമില്ലാത്ത ആശ പറ്റിക്കണം. എവന്റെ പരാതി എവന്റെ മുന്നിൽ വെച്ച് വലിച്ചു കയറണം. വൈശാഖ വിടാൻ. വിടില്ല. വൈശാഖ, ഒരു സാധാരണക്കാരന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമില്ല. വിട്ടെ. ഓക്കെ കേട്ടാ. പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശമുണ്ട്. പിടിച്ചോ, ഒന്നുകൂടി പിടിച്ചോ. 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 മതിയാ? പറ്റിക്കോ? പറ്റിക്കില്ലേ? മതിയല്ലേ? വാടാ വൈശാഖ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ സമൂഹത്തിൽ നീ ഒരുപാട് നാറി. എന്താ തെറ്റ് കേൾക്കുന്നല്ലേ? പക്ഷെ നീ നാറി അത്ര ഇല്ലെങ്കിലും നമുക്കതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കണ്ടേ? കൊടുക്കണം. ജയ് ജവാൻ ജയ് കിസാൻ. ഇതേത് വൈബന്റെ ഈശ്വര? നീ ഇത് കണ്ടോ? വെള്ളാറട ഗ്രാമപഞ്ചായത്തിൽ തന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് 100 തവണ കയറി ഇറങ്ങിയ യുവാവസ്ഥ ഒന്നും നടക്കാത്തപ്പോൾ ആ ഓഫീസ് കത്തിച്ചു. പിറ്റേന്ന് മന്ത്രിമാർ ആ പ്രശ്നത്തിൽ ഇടപെട്ട് അവന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തു. അതൊക്കെ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നീ തീയിടണം. എവിടാ? KSRTC. തീടാനോ? ജസ്റ്റ് ഒന്ന് തീപ്പിടി ഉറച്ചിട്ട് കൊടുത്താൽ ബാക്കിയെല്ലാം കത്തിക്കയറുകളും പഴയ സാധനങ്ങളല്ലേ. അത് കത്തിക്കോളും. അത് പക്ഷെ വലിയ പ്രശ്നമാവൂടാ. പ്രശ്നമാവണം. എടാ, എന്നിട്ട് നീ പോലീസുകാരോടും മന്ത്രിമാരോടും പറയണം. അവർ നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തേരും ഒപ്പിട്ടേരും ഹോട്ടലിൽ പൂട്ടിക്കും. എന്താ? എങ്കിൽ ഒരു യുദ്ധത്തിനായി നീ തയ്യാറെടുത്തോളൂ വൈശാഖ. എപ്പോഴേ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? സ്റ്റോപ്പ്. സർക്കാർ വണ്ടി ഞാൻ മറന്നുപോയി. ലാസ്റ്റ് ചാൻസ് ആണിത്. ഞാൻ പറഞ്ഞ മാഡത്തിന് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? അണ്ണാക്കി പിരിയോട്ടിയോട്ട് ഇങ്ങനെ ഇരുന്നോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാട്ടാ. കാണിച്ചു തരാം, ഞാൻ ശരിയാക്കി തരട്ടാ. ആ, വിനോദ് സസ്പെൻഷനിലായതും വിവാഹം മുടങ്ങിയ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോഴൊക്കെ അറിഞ്ഞല്ലോ. സന്തോഷായില്ലേ?
എനിക്കെന്താ സന്തോഷം? എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഇവിടുത്തെ സിസ്റ്റം ശരിയായിരുന്നെങ്കിൽ ഇത് പോയപ്പോ എനിക്കല്ലേ പോയുള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ആഹാ, നിങ്ങൾ പരിമിതിയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? എന്താ ചെയ്യണ്ടെന്നേ എനിക്കറിയാട്ടാ. അവളൊരു ഫുഡ് സേഫ്റ്റി എന്തൊരു ചിരി. മതി, ഇത്രയും മതി. ഇപ്പൊ പൊട്ടിയത് തിരുവനന്തപുരം ഡിപ്പോയുടെ 4 വണ്ടിയുടെ ചില്ല് മാത്രമല്ല, പിന്നെ ഇതിനിടയിൽ നീ വേറെ പോയി പൊട്ടിച്ച ഗതാഗത വകുപ്പിന്റെ മൊത്തം ചില്ല. ഓ, ഇനി പോലീസ് കേസെടുക്കും. പതുക്കെ അന്വേഷണം വരും. വരട്ടെ. പതുക്കെ അന്വേഷണം നിന്നിലോട്ട് വരും. അതും വരട്ടെ. അപ്പൊ നീ പറയുന്ന കേൾക്കാൻ ആൾക്കാരുണ്ടാവും. അവരും വരട്ടെ. ആ യാത്രയിലേക്കുള്ള തുടക്കമാണ് അത്. ഞാൻ എന്തിനും റെഡിയാണ്. എന്തിനും. ഞാൻ അത്രക്കില്ല. ഐ ആം റെഡി. കൂടെ ഉണ്ട് ഞാൻ. എന്നാൽ ഇത് ആരടാ ഇതിന്റെ ചില്ല് തീർത്തത്? ആർക്കറിയാം? വല്ല തേങ്ങ വല്ല വീണായിരിക്കും. പിന്മാതൽ നിയമനമായിരുന്നു. PSC എഴുതാതെ പുള്ളി ജോലിക്ക് ഇരിക്കണത് മനസ്സിലാണോ? ഇപ്പൊ അതാണോ നിന്റെ പ്രശ്നം? എടാ ചില്ല് തകർത്താരെന്ന് പറ. അണ്ണന്റെ പറഞ്ഞ കേട്ട ഞാൻ താർത്ത പോലെയാണല്ലോ. ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ? അങ്ങനെയാണ് എല്ലാ ഡിപ്പോയിലും ഇപ്പൊ പൊട്ടി കാണുമല്ലോ. ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കൂലേ? പോലീസ് വരും, പോലീസ് വരും. നമസ്കാരം സാറേ. ഇവിടെ ഇങ്ങനെ സംഭവം ആദ്യമായിട്ടാ. അതിന് അല്ല, സർക്കാർ ബസ്സല്ലേ പൊട്ടിച്ചനെ പിടിക്കണം സാറേ. അതിനാണല്ലോ ഞങ്ങളിവിടെ വന്നിരിക്കണേ. അതെ. ഇത് കൗടി തരത്തിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇല്ല സാർ. ചോദ്യം ചെയ്യണം. ആയിക്കോട്ടെ. ബസിന്റെ ചില്ലുകളാണ് എറിഞ്ഞു പൊട്ടിച്ചിട്ടേക്കുന്നത്. ഇതൊന്നും മാറ്റി മൂളിന്ന് വിളി വരും. ആരെങ്കിലും പൊട്ടിച്ചേ? ബഹുവചനം വേണ്ട. ഒറ്റ എണ്ണത്തിന് വെറുതെ വിളില്ല. ഞാൻ എല്ലാത്തിനും നോക്കും സാറേ, ഞങ്ങളെ KSRTC സ്റ്റാഫുകളാണ്. സ്റ്റാഫല്ലേ? ആ, അല്ലാണ്ട് KSRTC ഓണറൊന്നുമല്ല. അതല്ല. എനിക്ക് എല്ലാവരും സംശയമുണ്ട്. പുള്ളിക്ക് സ്വന്തം ഭാര്യ ഒരു സംശയമുള്ള ആളാണ്. സാർ ചില്ല്. ഇത് മണത്ത് കഴിഞ്ഞാൽ ആരാന്നറിയാൻ പറ്റും. എനിക്കതല്ല ഡൗട്ട്. ഇനി കൽക്കണ്ട വന്ന് പറഞ്ഞ് പിള്ളേർ തിന്നു. പിന്നെ തന്നെ ഞാൻ പറഞ്ഞില്ലേ തിന്നു. കൂട്ടും. ഈ ചില്ല് പൊട്ടിച്ചവനെ മണിച്ചിത്രായിട്ട് പൂട്ടും. എറിഞ്ഞവനും പൂട്ടും, കൂട്ടുന്നവനും പൂട്ടും, കൈവലം കിട്ട് പൂട്ടും. ചില്ല് പൊട്ടി ശബ്ദം ആദ്യം കേട്ടതാരാ? ഞങ്ങൾ കേട്ടില്ല. ഞങ്ങളല്ല സാർ. നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. പൊട്ടന്മാരല്ല, പക്ഷെ ഞങ്ങൾ കേട്ടില്ല സാർ. കേട്ടില്ല? ഇല്ല. ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത്. അതെ സാർ. ഓഹോ, പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരം ഒരുക്കി നിങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് മാറി കൊടുത്തു ഞാൻ പറഞ്ഞാൽ സാറിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. കൊടുക്ക് സാർ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രതിയെ കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇതാണ് അവിടുത്തെ CCTV. അവിടെ ഉണ്ട്. അതാണ്. ആഹാ, പേടിക്കണ്ട. പ്രതിയെ കിട്ടി കഴിഞ്ഞു. ഉറപ്പിച്ചോ? എടാ, പ്രതിയെ കിട്ടാം. ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ച് വേണോ കിട്ടാം. പക്ഷെ നിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല. നിന്നെ നാട്ടുകാരെ മുന്നേ ഇട്ട് പിടിക്കണം. അത് എന്തിനാണ്? എടാ കോപ്പെ, നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആരറിയാൻ? ചാനലിൽ കൂടെ ആൾക്കാരെ അറിയില്ലേ? എടാ നീ നാറിയത് നിന്റെ നാട്ടുകാരെ മുന്നിലല്ലേ? ആ, അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടികൊടുത്ത ഒരു ഗുമ്മ് കാണൂല. നാട്ടുകാരുടെ മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ കിട്ടി. ഒരു രക്ഷയില്ല. അത് വേണ്ടേ? ഓ, മനസ്സിലായി മനസ്സിലായി. മനസ്സിലായില്ലേ? യു ആർ വെരി ബ്രില്യൻ വൈശാഖ. നമുക്ക് ബസ്സിൽ പോവാം. ബൈക്ക് ഇവിടെ കിട്ടും. ടിക്കറ്റ് ആരെടുക്കും? നീ എടുത്താൽ മതി. അന്ന് ഒട്ടും താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ ഇറങ്ങാം. സ്വന്തം വകുപ്പിലെ 4 ബസ് സംരക്ഷിക്കാൻ പറ്റാത്ത ഇദ്ദേഹമാണ് നാട് സംരക്ഷിക്കാൻ നടക്കുന്നത്. ഇദ്ദേഹം മന്ത്രിയാണെന്ന് പറയാൻ നമുക്ക് ലജ്ജ തോന്നുന്നു. പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകാൻ പറ. വൈശാഖ, നിന്റെ എക്സ്പീരിയൻസിൽ ഈ റിമാൻഡ് എത്ര ദിവസം വരും?
14 days. ഓ അപ്പൊ 14 ദിവസത്തെ ഡ്രസ്സ് നമ്മൾ കരുതിയാൽ മതിയില്ലേ? കളർ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? നീ എന്താ ട്രിപ്പ് പോണ അവിടെ? ജീവിതം തന്നെ ട്രിപ്പല്ലേ വൈശാഖ. എൻജോയ്.